ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്കി ലൈഫ് മീഡിയ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു ക്യാമറ അൺബോക്സിംഗ് ആണ്. ഇത് Insta360 X4 എന്ന് പറഞ്ഞൊരു ക്യാമറയാണ്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 360 വ്യൂ ആയിട്ട് ക്യാപ്ചർ ചെയ്യും, ഇത് വീഡിയോ ക്യാപ്ചർ ചെയ്യും. അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഇപ്പോൾ നമ്മുടെ ആക്ഷൻ ക്യാമറ ആയിട്ട് നമ്മുടെ ഗോപ്രോ ഉണ്ട്. ഇത് ഗോപ്രോ ഹീറോ 10 എന്ന് പറഞ്ഞൊരു ക്യാമറയാണ്. ഇത് ആക്ഷൻ ക്യാമറ തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുപോലെ തന്നെയാണ് Insta360. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 8K റെസൊല്യൂഷന് വീഡിയോ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. 8K റെസൊല്യൂഷൻ 300 ഫ്രെയിം പെർ സെക്കൻഡ്. അതുപോലെ 5.7 Kയ്ക്കകത്ത് 5.7K 16 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിന് മാത്രം പ്രത്യേകതയാണ് ഷൂട്ട് ഫസ്റ്റ് ആൻഡ് ഫ്രെയിം ലേറ്റർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്ത ശേഷമാണ് നമുക്ക് ഏത് ഫ്രെയിം വേണമെന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ ഇത് വെച്ച് ഷൂട്ട് ചെയ്യാൻ നേരത്ത് 360 വ്യൂ അത് ഷൂട്ട് ചെയ്യുന്നുണ്ടാവും. പിന്നീട് നമ്മുടെ മൊബൈൽ ആപ്പിൽ വന്നിട്ട് നമുക്ക് ചൂസ് ചെയ്യാം ഏത് വ്യൂ വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗോപ്രോയിലൊന്നും നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റാണിത്. പിന്നെ ഉള്ളതാണ് ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത്തവണ നമുക്ക് ഇതും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതായത് ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക് ട്രൈപോഡ് എന്നുള്ളൊരു സാധനം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ഇൻവിസിബിൾ ആയിരിക്കും. ഈ ഒരു സ്റ്റിക്ക് കയ്യിലുണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തില്ല. അതാണ് അതിൻ്റെ ഒരു വേറെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ മേജർ സ്പെഷ്യാലിറ്റികൾ. അതുപോലെ നമ്മുടെ നല്ല സ്റ്റെബിലൈസേഷനൊക്കെ ആയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മൾ മേടിച്ചിരിക്കുന്നത് Insta360 X4 എന്നുള്ളൊരു ക്യാമറയും പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു സ്റ്റിക്കേഴ്സ് കിട്ടിയിട്ടുണ്ട്. Insta360യുടെ സ്റ്റിക്കേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഈ ഒരു കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക്, ഇതാണ് ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക്. പിന്നെ ഉള്ളത് നമ്മൾ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാനുള്ള മെമ്മറി കാർഡാണ്. ഇതിന് കിടിലൻ ബിൽഡ് ക്വാളിറ്റിയാണ് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ബാറ്ററി ഇടാനുള്ള സെക്ഷൻ ഉണ്ട്, ഇവിടെ പവർ ബട്ടൺ ഉണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ സ്ട്രക്ചറൊക്കെ നല്ല ഭയങ്കര ഫിനിഷ്ഡാണ്. അതുപോലെ Insta X4 360 X4 കുറച്ചുകൂടെ ഭയങ്കര ബിൽഡ് ക്വാളിറ്റി എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടെ 2 ക്യാമറയുണ്ട്. ഈ 2 ക്യാമറയാണ് നമ്മൾ 360 വിഷ്വൽസ് എടുക്കാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് നമ്മുടെ ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പിന്നെ 2 ബട്ടൺസ് ഉണ്ട്. ഇനി വേറെ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ക്യാമറ വെക്കാനുള്ള ഒരു കവറാണ് ഇതിനകത്തുള്ളത്. കണ്ടില്ലേ, ക്യാമറയിനകത്ത് ഉൾക്കൊള്ളും. കണ്ടില്ലേ, ഇങ്ങനെ സുഖമായിട്ട് വെക്കാനായിട്ട് പറ്റും. C ടൈപ്പ് ഒരു കേബിളും കിട്ടിയിട്ടുണ്ട്. ക്യാമറ വൈപ്പ് ചെയ്യാനുള്ള ക്ലോത്ത് കണ്ടു, Insta360. ഇതിൻ്റെ ബാറ്ററി ഇവിടെയാണുള്ളത്. മാനുവൽസ് ഒക്കെ ഉണ്ട്, വാറണ്ടി കാർഡ്, വാട്ടർ പ്രൂഫിംഗ് വാട്ട് ടു നോ, സേഫ്റ്റി ഗൈഡ് ലൈൻ, പ്രൊട്ടക്റ്റഡ് ഗ്ലാസ് കിട്ടും. 2 പ്രൊട്ടക്റ്റഡ് ഗ്ലാസ് ഉണ്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട്. ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് എടുക്കുക. കണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഒരു ബ്ലൂ കളറിലുള്ള ഡോട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഇവിടെ ഒരു ബ്ലൂ കളർ, ഇവിടെ ഒരു ഡോട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കൃത്യമായിട്ട് വെച്ചിട്ട് ഇതിനെ തിരിച്ച് കഴിയുമ്പോഴേക്കും കൃത്യമായിട്ട് കണ്ടോ, ഈ ഒരു ബ്ലൂ ഡോട്ട് ശരിക്കും ഈ ബ്ലാക്ക് ഡോട്ടിൻ്റെ ഇതുമായിട്ട് കറക്റ്റായിട്ട് അലൈൻമെൻ്റ് ആയിട്ട് വരും. ഇത് ഇവിടെ ഒരു LED ലൈറ്റ് ഉണ്ട്, കണ്ടല്ലേ. ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് ചൂസ് ചെയ്യാം. നെക്സ്റ്റ്, Insta360 ഉപയോഗിച്ച് എടുക്കുന്ന ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിൻ്റെ സെൽഫി സ്റ്റിക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഇൻവിസിബിൾ ആയിരിക്കും. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ 360 വീഡിയോ എടുത്ത ശേഷം ഇത് നമ്മുടെ കയ്യിലുള്ള സെൽഫി സ്റ്റിക്കിനെ അത് മായ്ച്ച് കളയാണ് ആക്ച്വലി ചെയ്യുന്നത്. അങ്ങനെ നമുക്കൊരു 360 ആയിട്ടുള്ള ഒരു കിഡിലൻ വീഡിയോ നമുക്കിനകത്തും കാണാനായിട്ട് സാധിക്കും.
നമുക്കിനി Insta360യുടെ സെറ്റിങ്സ് ഒക്കെ നോക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ തെർമൽ ഗ്രിപ്പൊക്കെ ഇതിനകത്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. നമുക്കിതിനകത്ത് സെറ്റിങ്സ് ജസ്റ്റ് നോക്കാം. ഞാനിത് ഓൺ ആക്കിയിട്ടുണ്ട് ഓൾറെഡി. അപ്പം നമുക്ക് മുകളിൽ നിന്ന് നമുക്ക് എടുത്ത് നോക്കാൻ നേരം നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇത് ആക്ച്വലി ഓട്ടോ റൊട്ടേഷൻ ഓൺ ഓഫ് ആണ്. പിന്നെ നമുക്ക് സ്ക്രീൻ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ കാണുന്നത്. പിന്നെ ഉള്ളത് ഇത് ബ്രൈറ്റ്നസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ലെൻസ് ഗാർഡ്. ഇപ്പോൾ ആക്ച്വലി നമ്മളിവിടെ ലെൻസ് ഗാർഡ് ഇട്ടിട്ടുണ്ട്, രണ്ട് ലെൻസ് ഗാർഡ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഈ ലെൻസ് ഗാർഡ് ഏത് ലെൻസ് ഗാർഡ് ആണെന്ന് ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ തൽക്കാലം ഞാൻ ഓട്ടോ ആണ് ഇട്ടിരിക്കുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു ഓപ്ഷനാണ്. ഇതിനകത്ത് സ്ക്രീൻ റീഡേഴ്സിൻ്റെ ഓൺ ഓഫ് ആണ്. പിന്നെ നമുക്ക് സൗണ്ട് പലതരത്തിലുള്ള സൗണ്ട് ഉള്ള ബീപ്പ് സൗണ്ട്, അഡാപ്റ്റീവ് സൗണ്ട്, അങ്ങനെയുള്ള സൗണ്ടിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. പ്രോംപ്റ്റ് സൗണ്ടിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണിത്. പിന്നെ വരുന്നൊരു AI ഫീച്ചറുണ്ട്. ഞാൻ ഈ ഇട്ടിരിക്കുന്നതിനകത്ത് മോഡിനകത്ത് AI ഫീച്ചർ എനേബിൾഡ് അല്ല. പിന്നെ ഈ വരുന്നത് ഗസ്റ്റർ കൺട്രോളാണ്. നമുക്കിപ്പം നമ്മുടെ ഗോപ്രോയ്ക്കകത്തുണ്ട് നമുക്ക് ഗസ്റ്റർ ഉപയോഗിച്ചിട്ട് നമുക്കിപ്പോൾ ഫോണിലൊക്കെ ഉള്ള ഗസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ കൈ ഉയർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുമാണ് ഗസ്റ്റർ കൺട്രോൾ ഓൺ ഓഫ് ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് വോയിസ് പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്റ്റാർട്ട് ക്യാമറ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വോയിസ് കൺട്രോൾ ഉണ്ട്. അത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആക്ച്വലി. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിക്ക് ക്യാപ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും നമ്മളിവിടെ ഈ പവർ ഓൺ ചെയ്യാൻ നേരത്തെ തന്നെ നമുക്ക് വേണമെങ്കിൽ ക്യാമറ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ക്വിക്ക് ക്യാപ്ചർ എന്ന് പറയുന്നത്. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ വീഡിയോയുടെ HDR എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും HDR കുറച്ചൊരു ബ്രൈറ്റ്നസ് ആയിരിക്കും, കുറച്ച് സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും. അത് ഓണാക്കാനുള്ള ഓപ്ഷനാണ്. പിന്നെ ടൈംഡ് ക്യാപ്ചർ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇനി അടുത്ത് വരുന്നത്. പിന്നെയുള്ളത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യാൻ ഇതുണ്ട്. ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, ഇത് ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോയിസ് റിഡക്ഷനാണ്. ഇപ്പം വിൻഡൊക്കെ ഉള്ള നോയിസ് ഉണ്ടല്ലോ, അപ്പോൾ നോയിസ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ, ഓട്ടോ വിൻഡ് നോയിസ് റിഡക്ഷൻ ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഉള്ളത് ഈ ഒരു കൺഫേം ലെൻസ് ഗാർഡ് റിമൂവ് ചെയ്യേണ്ട കൺഫർമേഷൻ കൊടുക്കുന്ന ഒരു ഇതാണ്. പിന്നെ ഈ ഒരു ഓപ്ഷൻ നമുക്ക് നമ്മുടെ എയർപോഡൊക്കെ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ സൗണ്ടൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എയർപോഡ് വെച്ച് ഇത് പെയർ ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ഓപ്ഷനാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഇത് എന്ന് വെച്ചാൽ ബ്ലൂടൂത്ത് മോഡ്, അതായത് നമുക്ക് നമ്മുടെ ഡിവൈസിനെ നമുക്ക് ഫോണൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള പെയറിംഗ് മോഡാണത്. പിന്നെ വരുന്ന ഇതുണ്ട് ഓരോരോ ആക്ടിവിറ്റീസാണ്. മോട്ടോർ സൈക്ലിങ്, ഔട്ട്ഡോർ, സ്കീയിങ്, അങ്ങനെയുള്ള ഓരോ ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെയുള്ള ലാസ്റ്റ് പിന്നെ സെറ്റിങ്സാണ്. നമ്മുടെ ക്യാമറയുടെ സെറ്റിങ്സ് ഓപ്ഷൻസാണ് വീണ്ടും ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതൊക്കെയാണ് ആ ഒരു മുകളിൽ നിന്ന് നമ്മൾ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ഓപ്ഷൻസ്. പിന്നെ നമുക്ക് റൈറ്റിൽ നിന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് നമ്മുടെ ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് ഓട്ടോയിലൊക്കെ കിടക്കുന്ന മാനുവലും ഉണ്ട്. നമുക്ക് അതിൻ്റെ എക്സ്പോഷറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ താഴെ നമുക്ക് എടുത്തു കഴിയുമ്പോഴേക്കും ഇതിൻ്റെ റെസൊല്യൂഷൻസാണ് കണ്ടത്. ഇത് 4K മുകളിൽ റെസൊല്യൂഷനും താഴെ ഫ്രെയിം റേറ്റുമാണുള്ളത്. ഇപ്പോൾ 4K + 100 ഫ്രെയിം റേറ്റ് കിടക്കുന്നത്. അത് നമുക്ക് മാറ്റാൻ വേണ്ടി 5.7K ഉണ്ട്, 5.7K+ ഉണ്ട്, പിന്നെ ഉള്ളത് 8K ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏത് റെസൊല്യൂഷനാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് കാര്യം ഡിസൈഡ് ചെയ്യാം. പിന്നെ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രെയിം റേറ്റ് കൂടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ്. പിന്നെ ഷോർട്ടായിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഇതിനകത്ത് മെഗാ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ മെഗാ എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈഡ് ലെങ്ത് ഉണ്ട്. അൾട്രാ വൈഡ് വേണോ, മെഗ വേണോ, ഉണ്ടോ. ഇപ്പോൾ ഡ്വാർഫ്, അതുപോലെ അൾട്രാ, മെഗ. ഞാൻ മെഗയിലായിട്ടിരിക്കുന്നത് ആക്ച്വലി. അപ്പോൾ അത്രയും വൈഡായിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്യും. അതാണ് ആ ഒരു ഓപ്ഷൻ സൂചിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ക്യാമറ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. കണ്ടില്ലേ, ഇവിടെ വന്ന് ക്യാമറ നമുക്ക് മുന്നോട്ടും പുറകോട്ട് സ്വിച്ച് ചെയ്യാം. ബട്ട് ഇത് ആക്ച്വലി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇത് 360 വ്യൂ ക്യാപ്ചർ ചെയ്യും. ഇതെങ്ങനെയാണ് ശരിക്കും ക്യാപ്ചർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്. ഇവിടെ ഒരു ക്യാമറയുണ്ട്, ഇവിടെ ഒരു ക്യാമറയുണ്ട്. ഇത് ആക്ച്വലി ഈ ഇത്രയും പോർഷൻ മൊത്തം അവർ ക്യാപ്ചർ ചെയ്യും. ഈ ഒരു ക്യാമറ ഇത്രയും പോർഷൻ ക്യാപ്ചർ ചെയ്യും. പിന്നീട് ഈ രണ്ട് ക്യാമറകളും തമ്മിൽ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇത് ശരിക്കും വീഡിയോ ഫൂട്ടേജ് റെഡിയാക്കുന്നത്. പിന്നെയുള്ളത് നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് എടുത്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും.